രാവിലത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്ത് പോയിരിക്കും കേട്ടോ. കുട്ടികൾ പോകുന്നവരെയാണ് ഇരിക്കുക. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഞാൻ വെറുതെ ഒരു ചായ മാത്രമായിട്ട് കുടിക്കാറുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് സാവധാനത്തിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നൂൽപുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളക്കടലയും കൊണ്ടാണ് കറി ഉണ്ടാക്കിയത്. കടലക്കറി എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ നേരെ അടച്ചിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് വൈകുന്നേരത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനത് തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ നൂൽപുട്ട് കഴിക്കുന്നത്. തേങ്ങ ഇട്ടിട്ട് നൂൽപുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തേങ്ങ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് ചിരകിയെടുത്തു. പിന്നെ ചായ ഒന്നും വെക്കാൻ നിന്നില്ല കേട്ടോ, ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുത്തത്. ഇനി ടി വി ഇട്ടിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കും കേട്ടോ. ഭക്ഷണം കഴിക്കൽ കഴിയുന്നവരെയാണ് ഇരിക്കുക, പക്ഷേ ടി വി ഓഫാക്കില്ല. ഇനി പാത്രം കഴുകലുണ്ട് കേട്ടോ, ഒരു മെയിൻ പണിയാണ് പാത്രം കഴുകൽ. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അതും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ടി വി ഓഫാക്കാറുള്ളൂ. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞാട്ടോ, അല്ലെങ്കിൽ ഒന്ന് തറവാട്ടിക്കൊക്കെ പോകുമ്പോഴാണ് ടി വി ഓഫാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ പാത്രം കഴുകാൻ വേണ്ടി നിന്നു കേട്ടോ. ഏകദേശം പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വാഷ് ബേസിന് വേസ്റ്റ് കോരണാണ് ഏറ്റവും വലിയ പണി. പക്ഷേ അത് കോരിയിട്ടില്ലെങ്കിലോ അതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും വലിയ പണിയാകും. അപ്പോൾ ഞാൻ കൈയോടെ അതൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ പാത്രങ്ങൾ കഴുകിയത് എടുത്തു വെച്ചു കേട്ടോ. പിന്നെ അതവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ വൈപ്പറും കൊണ്ട് ആദ്യം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ഒരു തുണി വെച്ച് തുടയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ തുടച്ചത് മൊത്തം തുടയ്ക്കലും പിന്നെ വാതിലൊക്കെ അടച്ചിട്ട് ഇനിയൊക്കെ ഒരു വഴിക്ക് പോകും.